ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊന്ന് നഴ്സറി വരെ പോയതാണ് കേട്ടോ. ഞാനും നിഷയും കൂടെ കുറേ ദിവസമായി ചെടികളൊക്കെ ഒന്ന് കാണാനും മേടിക്കാനും എന്തെങ്കിലുമൊക്കെ പറ്റിയതുണ്ടെങ്കിൽ നമുക്ക് ഫ്ലാറ്റിൽ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെക്കാൻ വേണ്ടി. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടപ്പള്ളിയാണ് കേട്ടോ. എടപ്പള്ളി മെയിൻ റോഡിൽ തന്നെയാണ്. നമ്മുടെ ഗണപതി അമ്പലം എത്തണയിലൊക്കെ കുറച്ച് മുമ്പായിട്ടാണ് ഈ ഷോപ്പ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും അതിൽ പാസ് ചെയ്യുമ്പോൾ ഞങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ഒന്ന് അവിടെ പോയതാണ് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വാങ്ങാനായിട്ട്. അപ്പോൾ അവിടെ കുറേ ഫ്രൂട്ട്സിൻ്റെ, അതായത് നെല്ലിക്ക, അതുപോലെ തന്നെ ചാമ്പ, അങ്ങനത്തെ കുറേ ചെടികളൊക്കെ കണ്ടു കേട്ടോ. പിന്നെ ഇതൊക്കെ മുമ്പ് വീട്ടിലുണ്ടായിരുന്നതാണ് ഈ ഇങ്ങനത്തെ ചെടികളൊക്കെ. പിന്നെ അവിടെ ഞാവൽപ്പഴം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. കടച്ചക്ക, അതിൻ്റെയൊക്കെ ചെടികളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കണ സമയം കൊണ്ട് ഞാൻ വെറുതെ വീഡിയോ എടുത്തതാണ്. പിന്നെ നമ്മുടെ പാഷൻ ഫ്രൂട്ട്, അങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന ചെടികൾ, ഇത് അമ്പഴങ്ങയുടെ ചെടിയാണ് കേട്ടോ. അത് കടപ്പ്ളാവ്. അപ്പോൾ ഞാൻ എല്ലാം എടുത്തു പോയി നോക്കി. അത് കഴിഞ്ഞപ്പോൾ അവിടെ നാരങ്ങ നിൽക്കുന്നുണ്ടായിരുന്നു, ചെറുനാരങ്ങ കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് പുറത്തിറങ്ങുന്നത് കണ്ടോ. നല്ല ചെറുനാരങ്ങയുടെ സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നാരകം വെച്ചാൽ വീടിന് നല്ലതല്ല എന്നൊക്കെ പറയും. എനിക്കറിയില്ല, പക്ഷേ തമിഴ്നാട്ടിലൊക്കെ അങ്ങനെ വെക്കുന്നുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ ഇഷ്ടംപോലെ വീടുകളിലൊക്കെ കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ പറയണ കേൾക്കാം. പിന്നെ പ്ലാവുണ്ട്, നെല്ലിമരമുണ്ട്. ഇതൊക്കെയാണ് ഫ്രൂട്ട്സിൻ്റെ. പിന്നെ നാടൻ കുരുമുളകിൻ്റെ ചെടിയുണ്ട്. പിന്നെ കുറച്ച് ഈ ബാമ്പു, ഇൻഡോർ പ്ലാന്റ്സ്, അങ്ങനത്തെ ചെടികളായിരുന്നു കേട്ടോ. ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് നമുക്ക് വെക്കാവുന്നതാണ്. അത് 100 രൂപ മുതലുണ്ട് കേട്ടോ. ചെറിയ പ്ലാന്റിനൊക്കെ 100 രൂപയുള്ളൂ. ഞങ്ങളെപ്പോഴും അങ്ങനത്തെ പ്ലാന്റ് വാങ്ങാറ്. എന്നിട്ട് കൊണ്ടുവന്ന് നമ്മൾ കുറച്ച് ചാണകത്തിൻ്റെ പൊടി അങ്ങനെയൊക്കെ ഇട്ടിട്ട് അത് വലുതാക്കി എടുത്താൽ മതി. വലിയ ചെടികളായിട്ട് വാങ്ങുമ്പോൾ അത് നല്ല കോസ്റ്റ്ലിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും 100 രൂപയുടെയും കിട്ടും. അതുപോലെ തന്നെ വലിയ ചെടികളും കിട്ടും. പിന്നെ സ്നേക്ക് പ്ലാന്റ്, പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. സ്നേക്ക് പ്ലാന്റ് തന്നെ പലതരത്തിലുണ്ടായിരുന്നു. നമ്മൾ കാണാത്തതും കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊക്കെ അങ്ങനെ പോയി ചെടികളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ പോകാറുണ്ട്. ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെക്കാം. ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ പുറത്തേക്ക് വെച്ചാൽ മതി കേട്ടോ. ഇതൊന്നും വെയിലിലല്ല അവർ വെച്ചിരിക്കണം. അപ്പോൾ ഇതൊക്കെ അധികം വെയിൽ ആവശ്യമില്ലാത്തതാണ്. പിന്നെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ പിന്നെ നമുക്ക് വെയിൽ ആവശ്യമുണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്ന് വാങ്ങിയതാണ്. ഇത് നമ്മുടെ റോസ്മേരിയുടെ ചെടിയാണ് കേട്ടോ. അപ്പോൾ ചെറിയ പ്ലാന്റിന് 100 രൂപയ്ക്ക് തന്നു. വലുതാണെങ്കിൽ 200 എന്ന് പറഞ്ഞു. വലുത് വെക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ചെറുതാണ് വാങ്ങിയത്. പിന്നെ ജമന്തി നമുക്ക് വീട്ടിലൊക്കെ ആണെങ്കിൽ താഴെ വെച്ചാലേ ഇത് പിടിക്കുള്ളൂ. നമ്മുടെ ക്ലൈമറ്റിൽ എപ്പോഴും ഒന്നും അതങ്ങനെ പിടിക്കാറില്ല കേട്ടോ. കുറേ വാങ്ങി ട്രൈ ചെയ്തതാണ്. പിന്നെ നാടൻ ജമന്തി കിട്ടുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ പിടിക്കും. പിന്നെ റോസിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. അത്ര അധികം ഒന്നുമില്ല. പിന്നെ ഈ മഴ പെയ്തിട്ട് ചെടികളൊക്കെ അത്രയ്ക്ക് അങ്ങ് റോസൊക്കെ കുറച്ചിങ്ങനെ ഇതായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പൂക്കളൊക്കെ കുറവായിരുന്നു കേട്ടോ. ഇതൊക്കെ നല്ല വെയിലിൽ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. നമ്മൾ വീടുകളിലൊക്കെ നല്ല വെയിലത്ത് വെക്കണം. നമുക്കിതൊന്നും വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ ഫ്ലാറ്റിൽ. പിന്നെ അവിടെ വാട്ടർ ലില്ലിയിട്ട് ഉണ്ടായിരുന്നു. നല്ല ഡബിൾ ഷെയ്ഡായിട്ട് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ അതൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. ചെടികൾ കാണുമ്പോൾ എപ്പോഴും ഒരു മനസ്സിന് സന്തോഷമാണ്. വാങ്ങുന്നേക്കൊക്കെ കൂടുതൽ പോയി കഴിഞ്ഞാൽ നമുക്കതൊക്കെ ഒന്ന് കാണുക, അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. എന്നിട്ട് എന്തെങ്കിലും ചെറിയ ചെടി നമ്മൾ അവിടെ നിന്ന് വാങ്ങാറുണ്ട്. ആ സൈഡൊക്കെ റോസിൻ്റെ കളക്ഷൻ ആയിരുന്നു കേട്ടോ. പിന്നെ മുല്ലയുടെ കുറച്ച് കുറ്റിമുല്ലയൊക്കെ ഉണ്ടായിരുന്നു. മഴക്കാലത്താണ് ശരിക്കും കുറ്റിമുല്ലയൊക്കെ വെക്കുക കേട്ടോ. ധാരാളം കുറ്റിമുല്ല ചെടികൾ വരും. പിന്നെ മന്ദാരം, അങ്ങനെ എല്ലാം ഉണ്ട്. നാടൻ ചെടികളും ഉണ്ടായിരുന്നു, ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ചെടികൾ, കടച്ചക്ക, പ്ലാവ്, അങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് മെയിൻ റോഡിൽ തന്നെയാണ്. പാർക്കിങ്ങിലൊക്കെ ചെടി വാങ്ങണമെങ്കിൽ അവിടെ പോയി വാങ്ങാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ചെറ്റിയുടെ കുറേ കളക്ഷൻ കണ്ടു. കുറ്റി ആയിട്ട് നിൽക്കുന്ന ചെറ്റി, പൂക്കൾ അധികം ഉള്ളത്. ഇതിനൊക്കെ നല്ല വെയിൽ വേണം കേട്ടോ. ചെറ്റികൾ വീട്ടിലൊക്കെ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ താഴെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വളരും. നല്ല വെയിൽ വേണം ചെറ്റിക്ക്. ഏത് ചെറ്റിയിലും നല്ല വെയിൽ വേണം. പിന്നെ മുസാണ്ടയൊക്കെ നമുക്ക് വീടുകളിലൊക്കെ ഉണ്ടായിരുന്നതാണ് പലതരത്തിൽ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറൊരു നഴ്സറിയിലേക്ക് പോയിട്ടോ. കടവന്ത്രയുള്ള ഒരു നഴ്സറിയിലേക്കാണ് പോയത്. കടവന്ത്ര അതിൻ്റെ അവിടെ. അപ്പോൾ ചെന്ന ഉടനെ തന്നെ അവിടെ നല്ല കളറുള്ള ചെടികളായിരുന്നു കേട്ടോ. എല്ലാം നല്ലോണം പൂത്ത് ഒലഞ്ഞ് നിൽക്കുക എന്ന് പറയില്ലേ, ചെറ്റിയുടെ തന്നെ കുറേ വെറൈറ്റി കണ്ടു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ കട എവിടെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അത് ചെറ്റിയുടെ തന്നെ വെറൈറ്റി. പിന്നെ ഒരു മുല്ല ഞാൻ വാങ്ങിയിട്ടോ. ഇതുവരെ കാണാത്തൊരു മുല്ലയായിരുന്നു. അത് 3-4 ലെയർ ഉണ്ട്. അത് ഉണ്ടയായിട്ടല്ല, കുറച്ച് നീളത്തിലാണ്. അവിടുത്തെ കളക്ഷൻസ് കണ്ടപ്പോൾ കുറേ ആയിട്ട്. മുമ്പൊക്കെ ഞങ്ങൾ അവിടെ പോകാറുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ടുണ്ട് അവിടെ പോയിട്ട്. അത് കഴിഞ്ഞപ്പോൾ കനകാമ്പരം മുല്ലയൊക്കെ എൻ്റെ ഒരു വീക്ക്നെസ്സാണ് കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അത് ഇപ്പോൾ വാങ്ങിയിട്ടുണ്ട്, കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ട്. പൂവായതിന് ശേഷം കാണിക്കാം കേട്ടോ. അതൊക്കെ 120 ഉള്ളൂ കനകാമ്പരമൊക്കെ കേട്ടോ. നിറച്ചും പൂക്കളുണ്ടാവും, മുല്ലയും കനകാമ്പരമൊക്കെ. അപ്പോൾ ആ മുല്ലയും ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ വീടുകളിൽ ഉണ്ടാവുന്ന ചെടികൾ തന്നെയാണ്. പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. കുറേ വെറൈറ്റി ചെടി അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ആന്തൂറിയം നല്ലൊരു റെഡ് കണ്ടു. എന്നൊക്കെ നല്ല വെയിൽ വേണം. ആന്തൂറിയത്തിൻ്റെ കുറേ കളക്ഷൻ, ബാമ്പു കളക്ഷൻ, ഇതുപോലെ തന്നെ ചെറ്റിയുടെ കുറേ കളക്ഷൻ. ചെടിക്കൊക്കെ നല്ല വെയിൽ വേണം. മുല്ല തന്നെ 3-4 വെറൈറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു വെറൈറ്റിയാണ് ഞാൻ വാങ്ങിയത്. പിന്നെ കുറ്റിമുല്ലയുണ്ട്. പിന്നെ ഇതൊക്കെ സ്നേക്ക് പ്ലാന്റിൻ്റെ പലതരത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയ പ്ലാന്റ്സൊക്കെ 100 രൂപ 80 രൂപ തൊട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.
വലിയ പ്ലാന്റ്സ് ആവും തോറും അതിന് വില വ്യത്യാസം വരും. അതുപോലെ തന്നെ അവർ പോട്ട് ചെയ്ത് സെറ്റ് ചെയ്തൊക്കെ തരും കേട്ടോ. അത് മണി പ്ലാന്റിൻ്റെ ചെറിയ പോട്ട് തൊട്ട് വലിയ പോട്ടിൽ വരെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഇൻഡോർ പ്ലാന്റ്സ് ചിലതൊന്നും എനിക്ക് പേരറിയാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇതൊക്കെ ഒരു പുതിയതാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറേ അറിയാത്ത ചെടികളും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ നഴ്സറിയൊക്കെ വിസിറ്റ് ചെയ്താലേ പുതിയ കുറേ കളക്ഷൻസൊക്കെ കാണാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ മണി പ്ലാന്റിൻ്റെ പല വെറൈറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഓഫീസുകളിലൊക്കെ അങ്ങനെ വെക്കാനും ഷോപ്പിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം അങ്ങനത്തെ ചെടികളുടെ വെറൈറ്റി ഉണ്ടായിരുന്നു. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു പ്ലാന്റായിട്ട് തോന്നിയിട്ടോ. എന്ന് വെച്ചാൽ ഇത് അധികം കണ്ടിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ കുറേ ഇതൊക്കെ നമ്മൾ സാധാരണ വീടുകളിൽ ഉണ്ടാവുന്നത്. അതിൽ തന്നെ കുറേ വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പേരറിയാത്തത് കൊണ്ടാണ് പേര് പറയാത്തത്. പിന്നെ ഞാൻ അവിടെ നിന്നപ്പോൾ ഒരു ലവ് ബേഡ്സിനെ കണ്ടു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അതിനെ നോക്കി നിന്നു. അത് കഴിഞ്ഞ് നിഷ ചെടിയൊക്കെ സമയം കൊണ്ട് എടുക്കുന്നുണ്ടായിരുന്നു. മണി പ്ലാന്റ് നല്ല ബുഷിയായിട്ടുള്ള മണി പ്ലാന്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒന്നും പ്രൈസ് ഞാൻ ചോദിച്ചില്ല. അത്ര കോസ്റ്റ്ലി അല്ല, എല്ലാം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് ചെറിയ ചെടികൾക്ക്. പിന്നെ ഒരു എയർ പ്ലാന്റ് കണ്ടു കേട്ടോ. പിന്നെ കുറേ അങ്ങനെ വാങ്ങി കൂട്ടിയിട്ടും കാര്യമില്ലല്ലോ. നമ്മൾ കുറച്ച് കുറച്ചായിട്ട് വാങ്ങി സെറ്റ് ചെയ്യണം. ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ചെടികളല്ലേ വാങ്ങാൻ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ സ്റ്റാൻഡൊക്കെ ഉണ്ടായിരുന്നു മണി പ്ലാന്റൊക്കെ നമുക്ക് പടർത്താനായിട്ട്. പിന്നെ ഇതൊക്കെ ഒരു പടർത്തണ ചെടികൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ക്രേപ്പേഴ്സ് പോലത്തെയൊക്കെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ചെമ്പരത്തികളുടെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. നല്ല കട്ട കട്ട ചെമ്പരത്തികൾ ചട്ടിയിൽ. പിന്നെ അവർ കുറേ റിപ്പോർട്ട് ചെയ്ത് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞാൽ അവർ നല്ല പോട്ടിലാക്കി തരും കേട്ടോ. പിന്നെ ഇതൊക്കെ ഞങ്ങൾ ചെന്ന സമയത്ത് വന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതൊക്കെ വീടിൻ്റെ ഉള്ളിൽ ഓഫീസിൻ്റെ ഉള്ളിലൊക്കെ വെക്കാൻ പറ്റിയതാണ് ബാംബൂവിൻ്റെ കളക്ഷൻസ്. ഇതൊക്കെ സാധാരണ വീടുകളിലുള്ളതാണ്. ഇതൊരു ചെടിയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് ചെടി ഉണങ്ങിപ്പോയിട്ട് കിടക്കാമെന്ന്. പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു അത്. നെക്സ്റ്റ് ടൈം പോകുമ്പോൾ അത് വാങ്ങണം. അത് ഇൻഡോർ പ്ലാന്റ് ആണ്. പിന്നെ അത് അങ്ങനെ കടയിൽ പോയിട്ട് ഇങ്ങനത്തെ കുറച്ച് ബാംബു, അത് കഴിഞ്ഞ് ഇത് മൂന്നാമത്തെ നഴ്സറിയാണ് കേട്ടോ ഞങ്ങൾ നല്ല പോയത്. അവിടെ ചെന്ന് കുറച്ച് ബാംബുവിൻ്റെ കളക്ഷൻസൊക്കെ നോക്കി. അപ്പോൾ അതൊക്കെ 220 ആ റേറ്റിലൊക്കെയാണ് കേട്ടോ. അത് നമ്മുടെ അടുത്തുള്ള ഒരു ഷോപ്പ് തന്നെയാണ്. ഞാൻ സ്ഥിരമായിട്ട് അവിടെ പോകാറുള്ളതാണ്. നല്ല പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അത് കുറച്ചൊക്കെ ഒന്ന് കേടുവന്ന് പോയി. പിന്നെ അവിടുത്തെ കുറച്ച് പോട്ടിൻ്റെ ഡെക്കറേഷനും, ഞാൻ പോട്ടൊക്കെ ഇവിടെ നിന്ന് വാങ്ങാറ്. സെറാമിക്കിൻ്റെ ഉണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട്. ഞാൻ ഫാമിലിയുടെ പോട്ടാണ് കേട്ടോ എപ്പോഴും വാങ്ങാറ്. പിന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പോട്ട്സൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ ചെന്ന് കഴിഞ്ഞാൽ ഞാനിങ്ങനെ എല്ലാം നോക്കും. ഭയങ്കര ഇഷ്ടമാണ് ചെടികളും പോട്ടും ഒക്കെ കാണാനായിട്ട്. പിന്നെ നമുക്ക് വളർത്താനുള്ള സ്പേസും കൂടി ഉണ്ടെങ്കിൽ കുറേ അങ്ങനെ വാങ്ങിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ അതൊക്കെ ഇത് നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. നെക്സ്റ്റ് ടൈം പോകുമ്പോൾ അത് വാങ്ങണം എന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചിരിക്കണം. അത് കഴിഞ്ഞ് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണത് നോക്കി. പിന്നെ മണി പ്ലാന്റ് ഇപ്പോൾ നമുക്ക് പോട്ടിലല്ലാതെ തന്നെ വെള്ളത്തിലിട്ട് വെച്ച് വളർത്തണം അങ്ങനത്തെയും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. നല്ലൊരു സ്റ്റാൻഡായിരുന്നു അത്. വീടിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്, നല്ലൊരു ഡെക്കറേഷനായിട്ട്. പിന്നെ അത് അവിടെ നിന്നാണ് പോട്ടും എല്ലാം വാങ്ങാറ്. അപ്പോൾ അവിടെ കയറി ഞാൻ 2 പോട്ടൊക്കെ വാങ്ങി. അതുപോലെ തന്നെ നമ്മുടെ ചെടികളൊക്കെ ഒന്ന് റീപോർട്ട് ചെയ്യണമല്ലോ വാങ്ങിയത്. ഞാൻ മുല്ല വാങ്ങിയെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ മുല്ലയൊക്കെ ഒന്ന് റീപോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോട്ട് വാങ്ങാൻ പോയതാണ്. ഇത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുറച്ചിങ്ങനെ ചെടികളുടെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. എപ്പോൾ പോയാലും ഞാൻ എവിടെ പോയാലും നഴ്സറിയിൽ എടുക്കാറുണ്ട് കേട്ടോ. അതുപോലെ എടുത്തതാണ്. അതുപോലെ കുറ്റിമുല്ലയും അതൊക്കെ നമുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പോട്ടൊക്കെ വാങ്ങി. പിന്നെ ഓർക്കിഡിൻ്റെ കളക്ഷൻസൊക്കെ പുതിയത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. മഴ ആയതുകൊണ്ട് തന്നെ ഓർക്കിഡൊന്നും അത്ര ശരിയായിട്ട് വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ മനസ്സിന് സന്തോഷം തരുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.